ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ ധന്യരും ദൈവത്തിന് പ്രിയരും അതിലുപരി ദൈവവചനപ്രകാരം ജീവിച്ച് ഈ എളിയ ജീവിതത്തെ ശ്രേഷ്ഠകരമാക്കി തീർക്കാൻ വചനം ഏറ്റവും നല്ല മാധ്യമമാണെന്ന് കണ്ട് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുകയും വചനപ്രകാരം ജീവിച്ച് ദൈവികത ഏറ്റുവാങ്ങുകയും ചെയ്യുവാൻ സന്നദ്ധരായിരിക്കുന്ന എൻ്റെ എല്ലാ വചന കേൾവിക്കാർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ കൃപയാൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിൽ മറഞ്ഞു കിടക്കുന്ന മാർമിക രഹസ്യങ്ങൾ കൊച്ചു കൊച്ചു വാചകത്തിൽ കൂടെയാണെങ്കിലും നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാനും ബോധിപ്പിക്കുവാനും എല്ലാ ദിവസവും തിരുവെഴുത്തിൽ നിന്ന് നുറുങ്ങ് ചിന്തകൾ തന്ന് എന്നെയും ഉപയോഗിക്കുന്ന മഹാദൈവത്തിന് ഞാൻ സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റുകയാണ്. കർത്താവിൻ്റെ കൃപയാൽ ഇന്നയോളം ദൈവത്തിൻ്റെ അനുഗ്രഹാശംസകളാൽ നമ്മെ നിറയ്ക്കുന്ന ദൈവത്തിന് 1000 നന്ദി കരയറ്റിക്കൊണ്ട് ദൈവ വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിലെ ശൗമേലിൻ്റെ 1-ാം പുസ്തകം 18-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 ശൗമേൽ 18-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇപ്രകാരമാണ് വാക്യം: എന്നാൽ ദാവീദ് ഇസ്രായേലിനും യഹൂദയ്ക്കും നായകനായി പെരുമാറിയത് കൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു. ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ ദാവീദ് ഇസ്രായേലിനും യഹൂദയ്ക്കും നായകനായി പെരുമാറിയത് കൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു. യഹൂദ ഇസ്രായേൽ ഈ രാഷ്ട്രം ശലോമോൻ്റെ ശേഷം ഇസ്രായേൽ എന്ന രാജ്യം രണ്ടായി പിരിഞ്ഞ് ഇസ്രായേലും യഹൂദ എന്ന 2 രാജ്യമായി, വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും പെട്ടെന്ന് പറയപ്പെടും. അങ്ങനെ 2 രാജ്യമായിട്ട് വിഭജിക്കപ്പെടുന്നതിനേക്കാൾ മുമ്പാണ് ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന 40 ആണ്ടുകൾ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്രയും പറഞ്ഞാൽ മതി. സകല ഇസ്രായേൽ മക്കൾക്കും, ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കും, അവർക്കെല്ലാവർക്കും അവനെ ഭയങ്കര സ്നേഹമായിരുന്നു. ദാവീദിനോട് അവർക്ക് ഭയങ്കര സ്നേഹമുണ്ടായി. ഒരു ചെറിയ കാര്യമല്ല അത്. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ, ഒരു രാജ്യമൊന്നുമല്ല, വീട്ടിൽ എത്ര പേര് കാണും? അപ്പനും അമ്മയും 2-3 മക്കളും അവരുടെ ഭാര്യമാരും കൊച്ചുമക്കളും കൂടിയ 12 പേര്. ചില വീട്ടിൽ 6 പേര്, ചില വീട്ടിൽ 4 പേര്, അത്രയൊക്കെ കാണുള്ളൂ. ഈ 4, 6, 12 പേരുള്ള ഒരു കൊച്ചു യൂണിറ്റാണ് ഒരു ഭവനം. ആ 12 പേരിൽ തന്നെ പലർക്കും നമ്മളെ ഇഷ്ടമല്ല. ആരെങ്കിലും ഒരാൾ വലിയ കുഴപ്പമില്ലാതെ താങ്ങി നിർത്തുന്നുണ്ടായിരിക്കും. ചില വീട്ടിലൊക്കെ ആൾക്കാർ പറയാറില്ലേ, ഇപ്പം സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ പറയും, അമ്മ പറഞ്ഞെന്നോ നാത്തവും പറഞ്ഞെന്നോ ചേച്ചി പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കണ്ണീരും മൂക്കൊലിപ്പുമായിട്ട് അടുത്ത് ചെല്ലുമ്പോൾ പറയും, നീ എന്തിനാ പേടിക്കുന്നത്? അവരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്ക് നിന്നോട് സ്നേഹമില്ലേ എന്ന്. ഹന്നയുടെ ഭർത്താവ് ഇത് തന്നെ ഹന്നയോട് പറഞ്ഞത്. 10 മക്കളുള്ളതിനേക്കാൾ നല്ലതല്ലേ ഞാൻ? നല്ല സ്നേഹമാണ്. ഞാൻ പറഞ്ഞത്, ഒരു വീട്ടിൽ പോലും എല്ലാവരും തമ്മിൽ സ്നേഹിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ ആരോടോ സ്നേഹമുണ്ട്, പക്ഷെ എല്ലാവരോടും സ്നേഹമില്ല. അതിപ്പോഴത്തെ ഒരു പ്രശ്നമാണ് ദൈവമക്കൾ. ഒരു സഭയിൽ തന്നെ 10, 30 കുടുംബങ്ങൾ പോട്ടെ, 100 പേരുടെ ഇടവക, 1000, 3000 പേരുടെ ഇടവക, അത്രയൊന്നും പോകണ്ട. നമ്മുടെ ഒരു കൊച്ചു യൂണിറ്റ് നോക്കിയാൽ മതി. കൂടിയ 10-25 കുടുംബങ്ങളുള്ള ഒരു ചെറിയ കൂടിവരവ്. അതിനകത്ത് എല്ലാവർക്കും സ്നേഹമുള്ള എത്ര പേര് കാണും? ചിലർ പറയില്ലേ, 1/2 കൊല്ലം കഴിയും പറയും, എനിക്കങ്ങനെ ഇഷ്ടമല്ലാതെയായി തുടങ്ങി. ഇതല്ലേ പ്രശ്നത്തിലേക്ക് പോകുന്നേ. പക്ഷെ ദാവീദിൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യം. ഞാൻ ഈ മനുഷ്യനെ എൻ്റെ ഒരുപാട് പ്രസംഗത്തിൽ ദാവീദൊരു വിഷയമാണ്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ഒത്തിരിയുണ്ട്, നമ്മളെക്കുറിച്ച് ഒന്നും പറയാനില്ല. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് ആരെങ്കിലും പറയുകയാണ്, എൻ്റെ അപ്പനെക്കുറിച്ച് 5 നല്ല കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞാൽ പിള്ളേർ ചുറ്റിപ്പോവും. കാരണം എന്നെ എഴുതാനാണ്. പക്ഷെ ദാവീദിനെക്കുറിച്ച് പറയാനുണ്ട്, പ്രസംഗിക്കാനുണ്ട്, എഴുതാനുണ്ട്. ഒരു ജീവിതം കൊണ്ട് അദ്ദേഹം സമ്പാദിച്ചതാണ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നിയൊരു വാക്യമാണ്. ഒരു രാജ്യത്തിലെ 12 ഗോത്രങ്ങളിലെ ലക്ഷക്കണക്കിന് ആളുകൾ, അവർക്കെല്ലാവർക്കും അവനോട് സ്നേഹമായിരുന്നു. ആ വാക്കിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവരൊക്കെയും അവനെ സ്നേഹിച്ചു, ഒരാൾ പോലും വെറുത്തില്ല. അപാരം.
അപാരം. ചുമ്മാ ഒരു വചനം കേൾക്കാതെ വേണമെങ്കിൽ ഇച്ചിരി നേരം പോസ് ചെയ്ത് നിർത്തിയിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് ബാക്കി കേട്ടാലും മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ഓഫീസിൽ എത്ര പേരുണ്ട്? 50 പേര് കാണും. അയ്യോ, വരുന്ന പ്രാർത്ഥനാ വിഷയം കേൾക്കണം. എൻ്റെ അപ്പുറം ഇരിക്കുന്ന പുള്ളിക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലായോ, പ്രാർത്ഥിക്കോ. കുറ്റം പറയോ കളിയാക്കോ അല്ല, പക്ഷെ ഇതൊക്കെ സാധിക്കുമെന്ന് പുസ്തകത്തിലുള്ളപ്പോൾ പറഞ്ഞു തരണ്ടേ? അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. ആരും വേദനിപ്പിക്കുകയല്ല. ഒരു ഓഫീസിലെ 10-40 പേര് ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളാകാൻ നമുക്ക് കാരണം പറ്റണമല്ലോ. അവർ പലരും ലോകമനുഷ്യർ, വൈകുന്നേരം ആകുമ്പോൾ ഇച്ചിരി കള്ളു കുടിക്കുന്നവർ, വാട്സാപ്പിലൂടെയും അല്ലാതെ ഇച്ചിരി നുണ പറയുന്നവർ. പക്ഷെ നമ്മൾ അങ്ങനെ അല്ലെന്നല്ലേ വേദപുസ്തകത്തിലൂടെ ലോകത്തോട് നമ്മൾ പറയുന്നത്. നമ്മൾ ആത്മീകരാണെന്നും പ്രാർത്ഥിക്കുന്നവരാണെന്നും ദൈവമക്കളാണെന്നൊക്കെ വീമ്പളക്കിയിട്ട് എല്ലാവർക്കും നമ്മൾ ശത്രുവായാലോ? ആകാം, ചിലർക്കൊക്കെ നമ്മൾ ശത്രുവാകാം. പക്ഷേ ചില വാക്കുകളുടെ മുമ്പിൽ കണ്ണടയ്ക്കാൻ പറ്റുമോ? അവിടുത്തെ എല്ലാവർക്കും ഈ ദാവീദിനോട് സ്നേഹമായി. അതിൻ്റെ കാരണം മാത്രം പറയാം. ആ വാക്യത്തിനകത്തുണ്ട്. നമ്മൾ 5 പോയിൻ്റൊന്നും തപ്പണ്ട. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ? എന്താ എഴുതിയിരിക്കുന്നത്? എല്ലാ യഹൂദയ്ക്കും ഇസ്രായേലിലും നായകനായി പെരുമാറിയത് കൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു. അതിനർത്ഥം പെരുമാറ്റം കൊണ്ടാണ് സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റുന്നത്. പ്രിയമുള്ളവരെ, ഇനി ഞാൻ പറയുന്നത് ഇച്ചിരിയോടെ ഗൗരവമായി കേൾക്കണേ. ആർക്കും ആരുടെ സ്നേഹം വെറുതെ കിട്ടില്ല. നിങ്ങൾ സൂക്ഷിച്ചോളണം. ആരെങ്കിലും ചുമ്മാ നിങ്ങളോട് എനിക്ക് ഭയങ്കര സ്നേഹം കേട്ടോ, ഞാൻ സ്നേഹിക്കും കേട്ടോ എന്ന് പറഞ്ഞ് അടുത്ത് വന്നാൽ സൂക്ഷിച്ചോളണം. അയാളെന്തോ ഉള്ളിൽ കുരുട്ടുബുദ്ധിക്കകത്ത് കണ്ടിട്ടുണ്ട് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ. ചുമ്മാ ഒരാളും സ്നേഹിക്കുന്നില്ല ദൈവമക്കൾ. അത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. മനുഷ്യൻ എന്തൊക്കെയോ കൊണ്ടാണ് സ്നേഹിക്കുന്നത്. അല്ലാതെ ഞാൻ കയ്യും കെട്ടി കാലുമേ കാലം കയറ്റി വെച്ച് ഇവിടെ ഇരിക്കും, നീ എന്നെ സ്നേഹിച്ചോളണം എന്ന് കൽപ്പന ഇറക്കാനൊന്നും ഇവിടെ ആർക്കും പറ്റിയല്ല. വെറുതെ വ്യാമോഹമാണത്. പിള്ളേർ പോലും സ്നേഹിക്കുകയല്ല. പിന്നെ എങ്ങനെയാണ് സ്നേഹം പങ്കുവയ്ക്കാൻ പറ്റുന്നത്? മറ്റുള്ളവരെ നമ്മളെങ്ങനെ സ്നേഹിക്കും? എന്നെ ആരും സ്നേഹിച്ചില്ല, എന്നോടെല്ലാവർക്കും വെറുപ്പാ, നിങ്ങളെന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ മുഖം വീർപ്പിച്ച് പറയാൻ എളുപ്പം. പക്ഷേ അത് ഒരു പശ്ചാത്തലം നോക്കണം. എന്തുകൊണ്ട് മറ്റുള്ളവർ വെറുത്തു? മറ്റുള്ളവർ നമ്മളെ അകറ്റി, സ്നേഹം തണുത്തുപോയി. സാത്താനെ മാത്രം കുറ്റം പറയരുത്. എപ്പോഴും നാം അറിയേണ്ടതുപോലെ അറിയണം. ഈ വാക്യം പറയുന്നു, ദാവീദിൻ്റെ പെരുമാറ്റം. ആ ഒരു വാക്ക് കണ്ടോ? 2 കാര്യത്തിലാണ് ബന്ധങ്ങൾ മുറിയുന്നത്, സ്നേഹം നഷ്ടപ്പെടുന്നത്, നമ്മൾ പലർക്കും ശത്രുക്കളാകുന്നത്. ഒന്ന് സൂക്ഷിച്ചാൽ എല്ലാവർക്കും നല്ലത്. ഏതാ 2 കാര്യം എന്ന് പറയട്ടെ? 1 വർത്താനം, 2 പെരുമാറ്റം. ചുമ്മാ വേണ്ടാത്ത കാര്യങ്ങൾ വല്ലവരെയും കുറിച്ച് ആരോടെങ്കിലും അന്നേരത്തെ ഒരു സുഖത്തിന്, അന്നേരത്തെ ഒരു സന്തോഷത്തിന് ആ പുള്ളിയെ ഇച്ചിരി പ്രസാദിപ്പിക്കാൻ വേണ്ടി വല്ലോൻ്റെയും കാര്യം കയറി പറയരുത്. നാളെ അത് കറങ്ങിച്ചിറ്റി നമ്മുടെ ചങ്കിന് നേരെ തന്നെ വരും. വേദപുസ്തകത്തിലൊരു തത്വമുണ്ട്, മറച്ചു വെച്ചതൊന്നും വെളിച്ചത്ത് വരാതിരിക്കില്ല. എൻ്റെ യേശുദമ്പുരാനാ പറഞ്ഞത് ആ വാക്യം. ലൂക്കോസ് 12:1-2 വേണമെങ്കിൽ വായിച്ചു നോക്കൂ. എത്ര ആരും കേൾക്കരുത്, ആരോടും പറയരുതെന്ന് പറയുന്ന സംഭവം ലീക്കാവും. അതുകൊണ്ട് മറ്റൊരുത്തൻ്റെ സ്നേഹം നഷ്ടപ്പെടുത്തുന്ന, വെറുപ്പിക്കുന്ന ഒരു വാക്കും നമ്മൾ പറയാതിരിക്കുക. നല്ല കാര്യങ്ങൾ പറയുക, നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക, നല്ലത് മാത്രം എല്ലാവരെക്കുറിച്ചും പറയുക. വെറുതെ വല്ലവൻ്റെയും സ്നേഹമില്ലാതാക്കണം എന്തിനാ? 2 പെരുമാറ്റം. ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനമാണ്. സമൂഹത്തോട്, സഹപ്രവർത്തകരോട്, കൂട്ടുവിശ്വാസിയോട്, കൂട്ടാളികളോട്, ജീവിത പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കളോട്, ഗുരുക്കന്മാരോട്, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരോട്, ദൈവത്തോട് ഒക്കെയുള്ള പെരുമാറ്റം. ഓരോ ചലനങ്ങളും പെരുമാറ്റമാണ്, ഓരോ ആറ്റിറ്റ്യൂഡുകളും. അതിനകത്താണ് പലപ്പോഴും
സ്നേഹം നഷ്ടപ്പെടുന്നത്. പ്രിയരെ, ചിലരുടെ സൂക്ഷിക്കാം. നമുക്കാരെയും ശത്രുക്കളായി കാണാതെ, മറ്റൊരുത്തൻ്റെ കണ്ണിൽ കരടാകാതെ. ചിലപ്പോഴൊക്കെ ചോദിച്ചൊക്കെ കൈമറത്തി, എൻ്റെ പാസ്റ്റേ നമ്മളെന്ത് ചെയ്യാനാ? ചിലരെയൊക്കെ എത്ര ചെയ്താലും അവർ ശത്രുവായിട്ട് കാണത്തുള്ളൂ. അങ്ങനെയുള്ളവരെ വിട്. അങ്ങനെ ദാവീദിനുണ്ടായിരുന്നു, ചിലരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മെജോറിറ്റി 99.99 ചിലരൊക്കെ കാണും. പക്ഷേ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ബൈബിൾ എൻ്റെ മുമ്പിലിരിക്കുന്നതുകൊണ്ട് അതൊന്നും ആർക്കും സാധ്യമല്ല എന്ന് പറയാൻ ഈ ബൈബിളിലേക്ക് നോക്കി എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ആവണം. ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിച്ചും, പെരുമാറ്റം ഡീസൻ്റാക്കേണ്ടടുത്ത് പെരുമാറ്റം ഡീസൻ്റാക്കിയും, സംഭാഷണങ്ങൾ സംശുദ്ധമാക്കേണ്ടടുത്ത് സംശുദ്ധമാക്കിയും നമുക്ക് എല്ലാവരുടെയും ഇഷ്ടനാകാം, എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളാകാം. പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃബന്ധം പുലർത്തുന്ന, കുടുംബസ്ഥനായിരിക്കുന്ന, മക്കളും ഒക്കെയായി ജീവിക്കുന്ന പ്രിയപ്പെട്ടവരോട്, അപ്പനോടും അമ്മയോടും മക്കളോടും എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ എന്നും ഈ വചനം കേൾക്കുന്നവരായിരിക്കാൻ പറയാം. സ്നേഹം വെറുതെ കിട്ടില്ല, കിട്ടില്ല, കിട്ടില്ല. അതിന് വ്യാമോഹിക്കേണ്ട. മക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും അവസാനം കുറ്റം പറഞ്ഞ് ദണ്ണി എരിഞ്ഞ് മുഖം വീർപ്പിച്ച് നിൽക്കേണ്ടി വരരുത്. വെറുതെ സ്നേഹം കിട്ടില്ല. പെരുമാറ്റം ഡീസൻ്റാണോ ആളുകൾ സ്നേഹിച്ചോളും. അന്യജാതിക്കാരൻ പോലും സ്നേഹിച്ചോളും. അയൽവക്കക്കാരും സ്നേഹിച്ചോളും. അവരോടൊക്കെ പെരുമാറ്റം മോശമായിട്ട് സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നല്ല പെരുമാറ്റത്തിലൂടെ നല്ല സ്നേഹിതനാകാം. അതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്നേഹമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. സ്നേഹിക്കാൻ ആരുമില്ലാത്തവൻ വെള്ളത്തിൽ നിന്ന് മുകളിൽ പിടിച്ചിട്ടൊരു മീനെ പോലെയാണ്, തല്ലിപ്പടയ്ക്കും. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, ജീവിതം ശക്തമാകുന്നത്, ജീവിതം മുന്നോട്ട് പോകുന്നത് ആരൊക്കെയോ സ്നേഹിക്കാനുള്ളത് കൊണ്ടാണ്. എൻ്റെ കർത്താവേ, എല്ലാവരെയും വെറുപ്പിച്ച്, എല്ലാവരോടും എതിർത്ത്, എല്ലാവരോടും മോശമായി പെരുമാറി ഒരു തരം ഒറ്റപ്പെട്ടവരായി പോകാതെ നല്ല പെരുമാറ്റം കൊണ്ട് എല്ലാവരും സ്നേഹിക്കുന്നവരായി മാറാൻ ഈ ദൂത് കേൾക്കുന്ന ചിലരെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യട്ടെ. ഒരു പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. സ്വർഗ്ഗാത് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടനാകാൻ ദൈവം കരുണ ചെയ്യണം. പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ.